സമയം കളയേണ്ട, എന്തായാലും സ്വരാജ് വിജയിക്കുമെന്ന് സ്മൃതി മാഡത്തോട് ജംഷീദ് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ മുബഷീർ കാത്തു നിൽക്കുകയാണ്. നമുക്ക് മുബഷീറിലേക്ക് ഒന്ന് പോകാം. ഉറപ്പായിട്ടും മുബഷീർ, ഇനിയെങ്കിലും ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ അവിടേക്ക് എത്തിയോ? ഏതെങ്കിലും പ്രവർത്തകർ എത്തിയിട്ടുണ്ടോ? അതോ നിങ്ങൾ മാധ്യമപ്രവർത്തകർ മാത്രമാണോ അവിടെയുള്ളത്? രാഷ്ട്രീയ പാർട്ടികളുടെ ഏജന്റുമാരൊക്കെ തന്നെ ഇങ്ങോട്ടേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ട് സ്മൃതി. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും, ഇതിനുള്ളിലൂടെയാണ് ഇങ്ങോട്ടേക്ക് കയറി വരേണ്ടത്. ഇവിടെ കൃത്യമായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ തന്നെ അവർ നോക്കുന്നുണ്ട്, പരിശോധിക്കുന്നുണ്ട്. എല്ലാവരെയും കൃത്യമായി പരിശോധിച്ച് തന്നെയാണ് ഇതിനുള്ളിലേക്ക് കടത്തിവിടുന്നത്. കൃത്യം 7:30 തന്നെ സ്ട്രോങ് റൂം തുറക്കും. 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും. ആദ്യം പോസ്റ്റൽ വോട്ടുകൾ തന്നെയാണ് എണ്ണി തുടങ്ങുക. 1403 വോട്ടുകൾ അടങ്ങുന്ന പോസ്റ്റൽ വോട്ടുകൾ ആദ്യം എണ്ണി തുടങ്ങും. അതിനുശേഷമായിരിക്കും EVM വോട്ടുകളിലേക്ക് കിടക്കുക. 1,74,667. നിലവിൽ സമീപകാലത്തെ രാഷ്ട്രീയ കേരളത്തിൽ ഉണ്ടായിട്ടുള്ളതിൽ ഉപതെരഞ്ഞെടുപ്പിൽ ഏറ്റവും മികച്ചൊരു പോളിംഗ് രേഖപ്പെടുത്തിയ നിലമ്പൂരിലെ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ കൂടിയായിരുന്നു. ആ കൗതുകത്തോടെ ഉറ്റുനോക്കുന്ന ആ ജനവിധിക്ക് വേണ്ടിയുള്ള റൗണ്ട്, ഏറെക്കുറെ വഴിക്കടവ് പഞ്ചായത്തിലെ ആദ്യത്തെ 2 റൗണ്ട് എണ്ണി തുടങ്ങുമ്പോൾ തന്നെ ഒരു ട്രെൻഡ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. നേരത്തെ തന്നെ പല അവകാശവാദങ്ങൾ വഴിക്കടവ് പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് മുന്നണികൾ ഉന്നയിച്ചിട്ടുണ്ട്. UDF-നെ സംബന്ധിച്ച് അവർക്ക് വലിയ മേൽക്കോയ്മയുണ്ടെന്ന് അവർ അവകാശപ്പെടുന്ന എല്ലാ തെരഞ്ഞെടുപ്പിലും തങ്ങളെ സഹായിക്കുന്ന പഞ്ചായത്താണ്, തങ്ങൾക്ക് വലിയ ഭൂരിപക്ഷം നൽകുന്ന പഞ്ചായത്താണെന്നുള്ളതാണ് UDF നേതാക്കൾ പറയുന്നത്. വിശേഷം നിരവധി ജനകീയ വിഷയങ്ങൾ ഉൾപ്പെടെ ഉയർന്നു വന്ന പശ്ചാത്തലത്തിൽ ആ ഒരു പഞ്ചായത്തിൽ നിന്നും വലിയ ഭൂരിപക്ഷം ലഭിക്കുമെന്ന് UDF വാദിക്കുന്നുണ്ട്. മറുഭാഗത്ത് ഇക്കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പിലും 2016-ലും 2021-ലും PV അൻവറിനെ ലീഡ് നൽകിയ പഞ്ചായത്താണ്. 2016-ലാണെങ്കിൽ അത് വലിയ ലീഡായിരുന്നു. 2021-ലേക്ക് എത്തുന്ന സമയത്ത് താരതമ്യേന അത് വളരെ കുറഞ്ഞ 35 എന്ന നിലയിലേക്ക് മാറിയിട്ടുണ്ടെങ്കിലും ഈ 2025-ൽ നടക്കുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ആ നിലയിലുള്ള ഒരു ലീഡ് വഴിക്കടവ് പഞ്ചായത്ത് നൽകുമെന്നുള്ളത് തന്നെയാണ് LDF-ന്റെ ക്യാമ്പും അവകാശപ്പെടുന്നത്. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് 2021-നും 2016-ൽ നിന്നും വ്യത്യസ്തമായി അന്ന് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്ന PV അൻവർ ഇത്തവണ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് തൃണമൂലിന്റെ ഭാഗമായിട്ട് മത്സരിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അൻവറിന് ലഭിക്കുന്ന വോട്ടുകൾ ഏത് മുന്നണിയായും ബാധിക്കുക എന്നുള്ളതാണ് രാഷ്ട്രീയ കേരളം ഏറെ കൗതുകത്തോടെ ഉറ്റുനോക്കുന്നത്. വിശേഷം വഴിക്കടവ് പഞ്ചായത്തിൽ നിന്നാണ് ഏറ്റവും അധികം വോട്ടുകൾ ലഭിക്കുക എന്നുള്ളതാണ് PV അൻവർ പറഞ്ഞിട്ടുള്ളത്. വഴിക്കടവ് പഞ്ചായത്തിലെ 1-ാം ബൂത്ത് അടങ്ങുന്ന തണ്ണിക്കടവ് തുടങ്ങി മരുധ, ചക്കപ്പാടം അത്തരം ഭാഗങ്ങൾ ഉൾപ്പെടെ വഴിക്കടവ്, അങ്ങാടി ഉൾപ്പെടുന്ന മേഖലകളിൽ നിന്നും വലിയ രീതിയിലുള്ള വോട്ട് ലഭിക്കുമെന്നുള്ളതാണ് അവകാശവാദം. ഒരു ഒന്നൊന്നര പഞ്ചായത്താണ് വഴിക്കടവ്. കാരണം 2 പഞ്ചായത്തിന്റെയെങ്കിലും വോട്ടർമാർ നമ്മളിപ്പോൾ പോൾ ചെയ്ത വോട്ടുകൾ എടുത്തു നോക്കുമ്പോൾ അത് വഴിക്കടവിലുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ബൂത്തുകൾ ഓരോ ബൂത്തിലും കൃത്യമായി പണിയെടുത്തിട്ടുണ്ട്. LDF ആയാലും UDF ആയാലും PV അൻവർ ആയാലും. അത് ഏത് രീതിയിലായിരിക്കും കൃത്യമായി ഇവരുടെ കണക്കുകളൊക്കെ? സാധാരണഗതിയിൽ ഒരു ബൂത്തിലെ കേഡർ വോട്ടുകളൊക്കെ തിട്ടപ്പെടുത്തുന്നത് പാർട്ടി അനുഭാവികൾ, പാർട്ടി കുടുംബങ്ങൾ, ആ രീതിയിലാണ് LDF കണക്കാക്കുന്നത്. UDF-ന് പക്ഷേ PV അൻവർ കഴിഞ്ഞ തവണ കൊണ്ടുപോയ വോട്ടുകളിൽ കൂടി കണ്ണുണ്ടായിരുന്നു വഴിക്കടവിൽ. കാരണം കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും അൻവർ മത്സരിച്ചപ്പോൾ 2000+35 അങ്ങനെയായിരുന്നു ലീഡ് എടുത്തത്. അപ്പോൾ അൻവറിന് സ്വാധീനമുള്ള പോക്കറ്റുകളിൽ UDF കൂടുതലായി പ്രചാരണം നടത്തിയിട്ടുണ്ടോ? പ്രത്യേകിച്ചും ലീഗ് നേതാക്കളടക്കം വഴിക്കടവിൽ പലതവണ വന്നു പോകുന്നത് നമ്മൾ കണ്ടതാണല്ലോ. മുബഷീർ, എങ്ങനെയായിരുന്നു ആ ഒരു സ്ട്രാറ്റജി? തീർച്ചയായും സുജയ പാർവതി, വഴിക്കടവ് കേന്ദ്രീകരിച്ച് വലിയ തോതിലുള്ള ഒരു വോട്ട് അൻവറിലേക്ക് ഒഴുകുമെന്നൊരു വിലയിരുത്തൽ 2 മുന്നണികൾക്കുമുണ്ട്. മുന്നണികളെ സംബന്ധിച്ച് ഒരു ആശങ്കയുണ്ടാക്കുന്ന കാര്യം കൂടിയാണ്. വിശേഷം അദ്ദേഹം MLA ആയിരുന്ന സമയത്ത് ഉൾപ്പെടെ വളരെ സജീവമായി കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന ഇടം കൂടിയായിരുന്നു വഴിക്കടവ് പഞ്ചായത്ത് എന്നുള്ളത്. സ്വാഭാവികമായിട്ടും മരുത ഉൾപ്പെടുന്ന മലയോര മേഖലയിൽ നിന്നും വലിയ തോതിലുള്ള വോട്ട് അൻവർ പിടിക്കുമെന്ന് നേരത്തെ തന്നെ UDF ഉൾപ്പെടെയുള്ള മുന്നണികൾ വിലയിരുത്തിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരുന്നു മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ ആ ഒരു മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ പ്രവർത്തിച്ചിരുന്നത്. വീടുകൾ കയറിയുള്ള കുടുംബ സംഗമം ഉൾപ്പെടെ അവിടെ നിരവധി തവണ നടന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അൻവറിനു അവിടെ വലിയ തോതിലുള്ള വോട്ട് പോകുമെന്നൊരു ആശങ്ക മുന്നണികൾക്കുണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. 7 വാർഡുകളിലാണ് അവിടെ മുസ്ലിം ലീഗ് ഭരിക്കുന്നത്. സ്വാഭാവികമായിട്ടും മുസ്ലിം ലീഗിന് വലിയ സ്വാധീനമുള്ളൊരു പഞ്ചായത്ത് കൂടിയാണ് വഴിക്കടവ്. അതിൻ്റെ മലയോര മേഖലകൾ മാമാങ്കര ഉൾപ്പെടുന്ന, അതുപോലെ തന്നെ നരിവാലമുണ്ട, മുടപ്പൊയ്ക, പാലാട് പഞ്ചായത്ത്, വഴിക്കടവ്, അങ്ങാടി, വെള്ളക്കട്ട ഉൾപ്പെടുന്ന മേഖലകൾ കോൺഗ്രസ്, ലീഗ് ഉൾപ്പെടെയുള്ള കക്ഷികൾക്ക് വലിയ മേധാവിത്വമുണ്ട്. CPM-ഉം ഒരു ഭാഗത്തുണ്ട്. വഴിക്കടവ് പഞ്ചായത്തിൻ്റെ കക്ഷിനില നമുക്കറിയാം 23 വാർഡുകളാണുള്ളത്. കഴിഞ്ഞ തവണ LDF ആണ് അവിടെ ഭരണസമിതി ഉണ്ടായിരുന്നത്. ഇത്തവണ UDF ആണ് ഭരണസമിതിയിലുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും വിവിധ പോക്കറ്റുകൾ കേന്ദ്രീകരിച്ച് അൻവർ ഇത്തവണയും വളരെ സജീവമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. വീടുകൾ കയറിയുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് തിരിച്ചടിയാകുമെന്നൊരു ആശങ്ക ആദ്യഘട്ടത്തിൽ UDF-ലുണ്ടായിരുന്നു. പക്ഷേ മുതിർന്ന നേതാക്കളെ ഉൾപ്പെടെ ഓരോ വാർഡുകളിലേക്ക് എത്തിച്ചുകൊണ്ട് കുടുംബ സംഗമം ഉൾപ്പെടെ സംഘടിപ്പിച്ചുകൊണ്ട് ജനങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് UDF മുബഷീർ തുടരുക. നമുക്കൊപ്പം റോഷിപാൽ നമ്മുടെ നിലമ്പൂർ സ്ക്വാഡ് മൊത്തത്തിൽ തയ്യാറായിട്ടുണ്ട്. ജിമ്മി ജെയിംസ്, സ്മൃതി മാഡം, ഈ UDF വിജയിക്കുകയാണെങ്കിൽ എനിക്ക് പോകുന്നൊരു സന്ദേശമാണ്. UDF
വിജയിക്കുകയാണെങ്കിൽ റിയൽ വർക്കേഴ്സിനുള്ള ഒരു ക്രെഡിറ്റ്, അതായത് ഏത് രീതിയിലാണ് ഓരോ തട്ടിലും ഇറങ്ങി പ്രവർത്തനം ഏകോപിപ്പിച്ചത്. അതിൽ പ്രവർത്തകർ അയച്ച ഒരു സന്ദേശമാണ് PK കുഞ്ഞാലിക്കുട്ടി ഒന്നാമത്തെ പേര്, രണ്ടാമത്തേത് VS ജോയി. അൻവർ രാജിവെച്ചത് മുതൽ VS ജോയിയുടെ ഒരു തറവാടിത്തമുള്ള നിലപാട്, മികച്ച രീതിയിലുള്ള ഏകോപനം, അത് അവസാന ഘട്ടത്തിൽ പ്രചാരണത്തിന്റെ കൊട്ടിക്കലാശ ദിനത്തിലും കൈപിടിച്ച് ആര്യാടൻ ഷൗക്കത്തിനൊപ്പം തന്നെ ആ വാഹനത്തിൽ തുടരുന്ന ഒരു VS ജോയിയെ നമ്മൾ കാണുന്നു. അതോടൊപ്പം AP അനിൽകുമാർ ഈ തെരഞ്ഞെടുപ്പിന്റെ ആദ്യന്തം, അതായത് PV അൻവറിന്റെ UDF പ്രവേശനം അടക്കമുള്ള കാര്യങ്ങളിൽ അൻവർ ഇപ്പോൾ വിമർശിക്കുന്നതും അനിൽകുമാറിനെയാണ്. ഒപ്പം സണ്ണി ജോസഫ്, അടൂർ പ്രകാശ്, ചാണ്ടി ഉമ്മൻ, ബെന്നി ബെഹനാൻ, ഈ നേതാക്കൾ, അതായത് അൺസങ് ഹീറോസ്. നമ്മളെപ്പോഴും VD സതീശൻ മുൻനിരയിൽ തന്നെയുണ്ട്. VD സതീശന്റെ ക്രെഡിറ്റ് അല്ലെങ്കിൽ ഡിസ്ക്രെഡിറ്റ് അതേക്കുറിച്ചൊക്കെ ചർച്ച നടക്കുമ്പോഴും ഈ റിയൽ ആയിട്ടുള്ള പോരാട്ടം നടത്തിയവർ എന്ന രീതിയിൽ ഈ ബെന്നി ബെഹനാൻ അടക്കമുള്ള നേതാക്കളൊന്നും ക്യാമറയ്ക്ക് മുന്നിൽ, മൈക്കിന് മുന്നിൽ അധികം നമ്മൾ വന്ന് കണ്ടിട്ടില്ല. പക്ഷേ കളത്തിൽ സജീവം. അതാണ്